നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് PT അഞ്ചാമനെ മയക്കുവെടി വെച്ച് പിടികൂടി. ആനയെ പിടികൂടിയത് വെറ്റിനറി സർജൻ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘം. PT അഞ്ചാമന്റെ നിരീക്ഷണം തുടരുന്നു. അപകടങ്ങൾ തടയാൻ വൻ സന്നാഹങ്ങളുമായി വനം വകുപ്പ്. കഴിഞ്ഞ ദിവസം കാട്ടാനിറങ്ങിയ ജനവാസ മേഖലയിൽ തൃശൂർ DFOയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘത്തിന്റെ സന്ദർശനം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. പ്രദേശത്ത് ഫെൻസിംഗ് ഏർപ്പെടുത്താനും വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ഉടൻ നടപടിയെന്ന് അധികൃതർ. ഗുരുവായൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കുന്നംകുളം കരിക്കാട് സ്വദേശി ദിലീപ്. സംഭവം ഇന്ന് രാവിലെ 8:30-ഓടെ. വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ബൈക്ക് മോഷണം പതിവാകുന്നു. ഒരു മാസത്തിനിടെ മാത്രം 3 ബൈക്കുകൾ മോഷണം പോയി. വിഷയത്തിൽ ഇടപെട്ട് വാർഡ് മെമ്പറും ഷൊർണൂർ പോലീസും. ജാഗ്രത വേണമെന്നും CCTV ക്യാമറ പരിശോധിച്ച് അന്വേഷണം നടത്തുമെന്നും ഷൊർണൂർ പോലീസ് അധികൃതർ. വാർത്തകൾ വിശദമായി. പാലക്കാട് PT അഞ്ചാമനെ മയക്കുവെടിവെച്ച് പിടികൂടി. വെറ്റിനറി സർജൻ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘമാണ് ആനയെ പിടികൂടിയത്. PT അഞ്ചാമന്റെ നിരീക്ഷണം തുടരുന്നു. അപകടങ്ങൾ തടയാൻ വൻ സന്നാഹമാണ് വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. വെറ്റിനറി ചീഫ് സർജൻ അരുൺ സക്കറിയ ഉൾപ്പെട്ട 15-അംഗ സംഘത്തിന്റെയും കുങ്കിയാനകളായ വിക്രമന്റെയും ഭരതന്റെയും നിരീക്ഷണത്തിലായിരുന്നു PT അഞ്ചാമൻ. വെള്ളിയാഴ്ച രാവിലെ 9:15-ഓടെയാണ് മയക്കുവെടി വെച്ചത്. മയക്കുവെടിയേറ്റ ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ആനയുടെ ഇരു കണ്ണുകൾക്കും കാഴ്ചക്കുറവ് സംഭവിച്ചതിനെക്കുറിച്ചും ശരീരത്തിലെ പരിക്കുകളെക്കുറിച്ചുമുള്ള പരിശോധന തുടരും. അതേസമയം റെയിൽവേ ട്രാക്കിൽ ആനയുൾപ്പെടെ വന്യമൃഗങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങൾ തടയാൻ സ്ഥാപിച്ച EIDSന്റെ പ്രവർത്തനം കുങ്കിയാന വിക്രമനെ ഉപയോഗിച്ചുള്ള പരീക്ഷണം വിജയം കണ്ടു. 16 കോടി ചെലവഴിച്ച് 33 കിലോമീറ്റർ ദൂരത്തിലാണ് അപകട മുന്നറിയിപ്പ് നൽകുന്ന EIDC സംവിധാനമൊരുക്കിയിരിക്കുന്നത്. റെയിൽവേ ട്രാക്കിൽ മനുഷ്യപാത സ്പർശമുണ്ടായാൽ പോലും കൺട്രോൾ റൂമിലേക്ക് സന്ദേശമെത്തുകയും ലോക്കോ പൈലറ്റിനെ അറിയിക്കാൻ കഴിയുന്നതുമാണ് EIDS. പോത്തന്നൂർ സിഗ്നൽ വർക്ക്ഷോപ്പിലെ ജീവനക്കാർ വിവിധ സമയങ്ങളിൽ പരീക്ഷണം നടത്തി EIDSന്റെ പ്രവർത്തന വിജയം സ്ഥിരീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഴിഞ്ഞ ദിവസം കാട്ടാനിറങ്ങിയ ജനവാസ മേഖലയായ ആറ്റൂർ മണലാടി പ്രദേശങ്ങളിൽ തൃശൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ KG മാർട്ടിനും മറ്റു ഉദ്യോഗസ്ഥരും മുള്ളൂർക്കര പഞ്ചായത്ത് അധികൃതരും സന്ദർശനം നടത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമുയർന്നു. പ്രദേശത്ത് ഫെൻസിംഗ് ഏർപ്പെടുത്താനും വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ഉടൻ നടപടി കൈക്കൊള്ളുമെന്ന് അധികൃതർ പറയുന്നു. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന നാട്ടുവഴികളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാത്ത പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചു. കാട്ടാനകൾ ജനവാസ മേഖലയെത്തിയാൽ വാഴാനി വനം സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മായന്നൂർ സ്റ്റേഷനിലേക്ക് വിളിക്കാനും മായന്നൂർ സ്റ്റേഷനിൽ വിളിച്ചാൽ വാഴാനിയിലേക്ക് വിളിക്കാനും പറയുന്നതായി നാട്ടുകാർ DFOയോട് പരാതിപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യുവതിയെയും ഒരു ഇരുചക്ര വാഹനയാത്രികനെയും മറ്റൊരു യുവാവിനെയും കാട്ടാന ഓടിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഉന്നത വനം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത്. അതേസമയം കഴിഞ്ഞ രാത്രിയിൽ പ്രദേശവാസികൾ റോഡ് ഉപരോധിക്കുകയും DFO സ്ഥലം സന്ദർശിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഉന്നത സംഘം സ്ഥലം സന്ദർശിക്കാനെത്തുന്ന വിവരം ഒരു വിഭാഗം ആളുകളെ അറിയിച്ചില്ലെന്നും പറഞ്ഞ് അല്പനേരം വാക്കേറ്റമുണ്ടായി. പീച്ചിയിൽ നിന്നും മറ്റും വലിയ തോതിൽ വനം വകുപ്പ് ജീവനക്കാരെ സ്ഥലത്തെത്തിച്ച് ഒരു തിങ്കളാഴ്ചയോ മറ്റോ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടാൻ ആവശ്യമായ മാസ് ഡ്രൈവ് നടത്തുന്നതിനെക്കുറിച്ച് DFO കീഴുദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അടിയന്തരമായി വനം വകുപ്പിന്റെ കയ്യിലുള്ള കമ്പികൾ ഉപയോഗിച്ച് നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്ന മേഖലകളിൽ താത്കാലിക വൈദ്യുത വേലികൾ സ്ഥാപിക്കാനും DFO നിർദ്ദേശം നൽകി. വഴിവിളക്കുകൾ ഇല്ലാത്തയിടങ്ങളിൽ അടിയന്തരമായി വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ജനങ്ങൾക്ക് ഉറപ്പു നൽകി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനപാതയിൽ ഇവിടെ കാട്ടാനയുടെ സാന്നിധ്യമുള്ള സ്ഥലം എന്നെഴുതിയ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനമായി. ഒരു മോഴയും 2 കൊമ്പനാനകളും 2 പിടിയാനകളും ഉൾപ്പെടുന്ന 5-അംഗ കാട്ടാന സംഘമാണ് നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതയ്ക്കുന്നതെന്നാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം നിരന്തര പ്രശ്നക്കാരായ വാഴക്കൊമ്പനെ മയക്കുവെടി വച്ച് പിടികൂടി ഉൾവനത്തിൽ വിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംഘത്തിന്റെ ഒപ്പം മച്ചാട് റേഞ്ച് ഓഫീസർ അജിൽ P. വേണുഗോപാൽ, വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അശോക് രാജ്, ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ P. വിനോദ് എന്നിവരും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുവായൂരിൽ ബാങ്ക് സെക്യൂരിറ്റി ജീവനക്കാരനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം കരിക്കാട് സ്വദേശി ദിലീപാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8:30-ഓടെയായിരുന്നു സംഭവം. വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ബൈക്ക് മോഷണം കൂടുന്നു. ഒരു മാസത്തിനിടെ മാത്രം 3 ബൈക്കുകളാണ് മോഷണം പോയിരിക്കുന്നത്. വിഷയത്തിൽ വാർഡ് മെമ്പറും ഷൊർണൂർ പോലീസും ഇടപെട്ടു. CCTV ക്യാമറ പരിശോധിച്ച് അന്വേഷണം നടത്തുമെന്നും ജാഗ്രത വേണമെന്നും പോലീസും അറിയിച്ചു. വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷനും പരിസരവും കേന്ദ്രീകരിച്ചാണ് ബൈക്ക് മോഷണം കൂടി വരുന്നത്. ഒരു മാസത്തിനുള്ളിൽ മാത്രം 3 ബൈക്കുകളാണ്
ഇവിടെ നിന്നും മോഷണം പോയിരിക്കുന്നത്. ഇതിനു മുൻപും സമാന രീതിയിലുള്ള മോഷണം ഉണ്ടായിട്ടുണ്ട്. ഇത് ഏറെ ആശങ്കയ്ക്ക് ഇടവരുത്തുന്നു. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ സ്പ്ലെൻഡർ ബൈക്കാണ് മോഷണം പോയിരിക്കുന്നത്. വിഷയത്തിൽ വാർഡ് മെമ്പർ കെ അശോകൻ ഇടപെട്ട് ഷൊർണൂർ പോലീസിനെ വിവരമറിയിച്ച് കേസെടുത്തിട്ടുണ്ട്. ബൈക്കുകൾ മോഷണം പോകുന്നത് കൂടി വരികയാണെന്നും കൂടുതൽ ജാഗ്രത വേണമെന്നും മെമ്പർ കെ അശോകൻ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇപ്പോൾ കുറച്ച് വ്യാപകമായി ഒരു മാസത്തിൻ്റെ ഉള്ളിലായിട്ടൊരു 3-4 വണ്ടികൾ ആണ് മോഷണം പോയിട്ടുള്ളത്. ഈ മോഷണം പോകുന്നത് നമ്മൾ ചില ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളുമായിട്ടുള്ള ആളുകളൊക്കെ വണ്ടികൾ വെച്ച് പോകുന്ന സമയത്താണ് മോഷണം നടക്കുന്നത്. പകൽ സമയങ്ങളിൽ തന്നെ മോഷണം നടക്കുന്നത്. ഈ സമയത്തൊക്കെ തന്നെ നമുക്ക് ഒരു ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഷൊർണൂർ CIയുമായി ബന്ധപ്പെട്ട് രവികുമാർ ഇതിൽ വേണ്ട ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ നല്ല രൂപത്തിലുള്ള ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനൊരു തടസ്സം നിൽക്കുന്നത് നമ്മുടെ ഈ സമീപ സ്ഥലങ്ങളെ CCTV കേന്ദ്രീകരിച്ചാണ് ഇതൊക്കെ പരിശോധിക്കുന്നത്. അത് ചില CCTVകളൊക്കെ ഡെഡാവത് ഈ കേസ് അന്വേഷണത്തിന് ചില ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എങ്കിലും പോലീസ് നല്ല ഇടപെടൽ നടക്കുന്നുണ്ട്. ഇന്നലെ കൂടി ഒരു ബൈക്ക് മോഷണം പോയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പോകുന്നത് എന്നുള്ളത് ജാഗ്രതയോടെ പോലീസും എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജോലിക്കാരും വിദ്യാർത്ഥികളും റെയിൽവേ സ്റ്റേഷനിൽ ബൈക്കുകൾ നിർത്തി പൂട്ടിപ്പോകുന്ന സ്ഥിതിയാണ്. ഇത്തരം ബൈക്കുകളാണ് പകൽ സമയങ്ങളിൽ മാത്രം മോഷണം പോകുന്നത്. വാരണാസി വില്ലേജ് മുതൽ ശ്രീനാരായണ വരെയുള്ള പ്രദേശങ്ങളിലെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിക്കും. അതേസമയം ചില ക്യാമറകൾ പ്രവർത്തനരഹിതമായത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും. ഇടയ്ക്കിടെ മോഷണമുണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ഷൊർണൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിർത്തിവെച്ച കിടത്തി ചികിത്സ പുനരാരംഭിച്ചു. ഒരു നഴ്സ് കൂടി എത്തിയതോടെയാണ് കിടത്തി ചികിത്സ വീണ്ടും ആരംഭിച്ചത്. നഴ്സിംഗ് ജീവനക്കാരി ഇല്ലാത്തതിനാൽ കിടത്തി ചികിത്സാ വിഭാഗം ആരംഭിക്കാൻ പ്രതിസന്ധിയുണ്ടെന്ന് നേരത്തെ ആരോഗ്യ വിഭാഗം അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ അധികൃതരുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. നിലവിൽ 15ഓളം ആളുകൾ ഇപ്പോൾ കിടത്തി ചികിത്സാ വിഭാഗത്തിലുണ്ട്. 5 ഡോക്ടർമാരും 7 നഴ്സുമാരാണ് ഇപ്പോൾ ആരോഗ്യ കേന്ദ്രത്തിലുള്ളത്. കിടത്തി ചികിത്സാ വിഭാഗത്തിൽ ഒരു നഴ്സിനാണ് നിലവിൽ പരിചരണ ചുമതല. എന്നാൽ അവർ അവധി ആകുന്ന ദിവസങ്ങളിൽ ഡോക്ടർമാർ ഇല്ലാതെ ജീവനക്കാർ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രതിദിനം 300 മുതൽ 400 വരെ രോഗികൾ എത്താറുള്ള ആശുപത്രിയിൽ 32 കിടക്കുകളുള്ള കിടത്തി ചികിത്സാ വിഭാഗമാണ് ഉള്ളത്. മാസങ്ങൾക്ക് മുമ്പ് താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ച് കിടത്തി ചികിത്സ ആരംഭിച്ചെങ്കിലും ഈ ജീവനക്കാർ പോയതോടെ കിടത്തി ചികിത്സാ വിഭാഗം അടച്ചിടുകയായിരുന്നു. തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു നഴ്സിനെ നിയോഗിച്ച് കിടത്തി ചികിത്സ ആരംഭിച്ചത്. മഴക്കാലമായതിനാൽ ആശുപത്രിയിലെത്തുന്ന നിരവധി രോഗികൾക്ക് കിടത്തി ചികിത്സ ആവശ്യമായി വരാറുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നഴ്സിംഗ് ജീവനക്കാരില്ലാത്തതാണ് കിടത്തി ചികിത്സാ വിഭാഗം ആരംഭിക്കാനുള്ള പ്രതിസന്ധി എന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. ഷൊർണൂരിലെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങളായി കിടത്തി ചികിത്സ ഇല്ലാതായതോടെ പലരും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി, തൃശൂർ മെഡിക്കൽ കോളേജ്, സ്വകാര്യ ആശുപത്രികളെ എന്നിവയാണ് ആശ്രയിച്ചിരുന്നത്. കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് നഗരസഭ നിരവധി ഇടപെടലുകൾ നടത്തിയെന്നും പരിമിതമായ സൗകര്യങ്ങളാണ് നിലവിൽ ഉള്ളതെങ്കിലും താൽക്കാലികമായ ആശ്വാസം ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് കിടത്തി ചികിത്സ തുടങ്ങിയതിലൂടെ ലഭിക്കുമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. പിന്നീട് നമ്മൾ പാലക്കാടെല്ലാം ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്നാണ് മെഡിക്കൽ ഓഫീസർ കൂടി താല്പര്യമെടുത്തുകൊണ്ട് നമുക്ക് ആ IP തുടങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണെങ്കിലും നമ്മുടെ രോഗികൾക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം ലഭിക്കാൻ ഉതകുന്ന ഒന്നാണ് ആരംഭിച്ചിട്ടുള്ള IP എന്ന് പ്രത്യേകം പറയുകയാണ്. എന്തായാലും അത് മുടങ്ങാതെ കൊണ്ടുപോകണമെന്നാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. കിടത്തി ചികിത്സയ്ക്കായി ഷൊർണൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് മാസങ്ങൾ പിന്നിട്ടെങ്കിലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അവസാന പണികൾ ഇനിയും കെട്ടിടത്തിൽ പൂർത്തിയാകാനുണ്ട്. കെട്ടിടം തുറന്നു നൽകിയാൽ കൂടുതൽ സൗകര്യങ്ങളോടെ കൂടുതൽ ആളുകൾക്ക് കിടത്തി ചികിത്സ നൽകാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച 4169 ചതുരശ്രടി വിസ്തൃതിയിലുള്ള കെട്ടിടം ഇപ്പോഴും ഉദ്ഘാടനം കാത്തുകിടക്കുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പുള്ളി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദനവും കുളപ്പുള്ളിയിൽ നടന്നു. KVVES ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു.
കുളപ്പള്ളിയിലെ വ്യാപാര പുരോഗതിക്ക് വേണ്ടി പഠന റിപ്പോർട്ട് തയ്യാറാക്കിയ നെഹ്റു കോളേജ് MBA വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പള്ളി യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും SSLC +2 വിജയികൾക്ക് അനുമോദനവും കുളപ്പള്ളി പള്ളിയാൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. KVS ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. തീർത്തും ഗ്രാമീണ സ്വഭാവം നിലനിൽക്കുന്ന ഈ പട്ടണത്തിലെ കച്ചവടത്തെ, നമ്മുടെ ട്രേഡിനെ, അതിനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാമെന്ന ആ ചിന്തയ്ക്ക് ഒരു പഠനം ആവശ്യമാണ് എന്ന് തിരിച്ചറിയുക. അത് നമുക്ക് നമ്മുടെ അയൽപക്കത്തുള്ള ഈ നാടിനോടും നാട്ടുകാരോടും കമ്മിറ്റിയിലുള്ള ഒരു വിസിറ്റ് അതിന് തയ്യാറാവുകയും സംയുക്തമായിക്കൊണ്ട് അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഈ ഒരു നടപടി, ഈ ഒരു തീരുമാനം അത് അഭിനന്ദിക്കപ്പെടേണ്ടത്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, കേരളത്തിൽ മറ്റൊരു പ്രദേശത്തും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു പഠനമാണ് കുളപ്പള്ളി യൂണിറ്റ് ഏറ്റെടുത്തിട്ടുള്ളത് എന്നും നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യാപാരികളുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം ഒരു പദ്ധതി തയ്യാറാക്കുന്നതും ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും. SSLC +2 വിജയികളെ ട്രോഫികൾ നൽകി അനുമോദിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് CP ജയൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറിയും ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റുമായ PP ഉമ്മർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസ് വിശിഷ്ടാതിഥിയായിരുന്നു. ഡോക്ടർ ശ്രീകൃഷ്ണകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, സുദേശ്, ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് ഗാലറി പണിയുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായി UR പ്രദീപ് MLAയുടെ നേതൃത്വത്തിൽ ആലോചനാ യോഗം നടന്നു. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കായിക പ്രേമികൾ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. ഗാലറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് MLA നിർദ്ദേശം നൽകി. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ VS ഷിസ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, സ്കൂൾ പ്രധാനാധ്യാപിക ആൻസി, PTA പ്രസിഡന്റ് MM മുഹമ്മദ് ഹനീഫ, ചെറുതുരുത്തി ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളായ PA റഷീദ്, KA ഹംസ, CP ഹംസ, ബാബു A1, VS സുമൻ, കുട്ടപ്പൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ചെറുതുരുത്തി സ്കൂളിൽ കളിസ്ഥലം വേണം എന്ന് കുട്ടികൾ മാത്രമല്ല പൊതുജനങ്ങളുടെ ഒരു ആവശ്യമാണ്, രക്ഷിതാക്കളുടെയൊക്കെ ആവശ്യമാണ്. ആവശ്യമനുസരിച്ച് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നമുക്ക് ഏകദേശം 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ചെറുതുരുത്തി സ്കൂളിനകത്തുള്ള കളിസ്ഥലം നല്ല രീതിയിലാക്കാൻ, മികച്ച കളിക്കാരെ ഉണ്ടാക്കി വാർത്തെടുക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി കളിക്കാനുള്ള നല്ല സൗകര്യമുള്ള സ്ഥലം വേണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ വിവിധ പദ്ധതികൾക്കും ചെറുതുരുത്തി സ്കൂൾ ഉൾപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ഒന്ന് നോക്കാനും അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അതനുസരിച്ച് സ്കൂളിന് കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ ഒരു എസ്റ്റിമേറ്റ്, അതിൻ്റെ ഗ്രൗണ്ട് ലെവൽ നന്നാക്കി ഇതിൻ്റെ വെള്ളം സൗകര്യമായി പുറത്തേക്ക് ഡ്രൈനേജ് ഒഴിക്കുകയാണ്, മണ്ണ് ഫില്ല് ചെയ്ത് അതിൽ ഗ്രാസ് മുകളിൽ ഗ്രാസ് ടോപ്പിൽ കൂടെ കളിക്കാൻ പറ്റുമോ എന്നതാണ് എസ്റ്റിമേറ്റിന് വേണ്ടി ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1 കോടിയിൽ എങ്ങനെയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് റേറ്റ് അനുസരിച്ച് എത്രത്തോളം വർക്ക് വരും എന്നൊരു അപ്രോക്സിമേറ്റ് പറയാൻ പറയുന്നത്. എന്നിട്ട് സ്കൂളുകാരുമായി ആലോചിച്ച് അതിൻ്റെ അന്തിമ തീരുമാനം എടുത്ത് നമുക്ക് ഗവൺമെൻറ് കൊടുക്കാം എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിൻ്റെ പ്രവൃത്തിയാണ് അതിൻ്റെ ആലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ മാർക്കോ പോളോ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടത്തി. പ്രധാന അധ്യാപകൻ ശാന്തിലാൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപികമാരായ T നിമിഷ, P ഫെബിന എന്നിവർ സംസാരിച്ചു. സാമൂഹ്യശാസ്ത്ര സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പ് അംഗം ജുഗേഷ് TP കുട്ടികളുമായി സംവദിച്ചു. വീട്ടിലേക്ക് എന്തിനാ വീട്ടിൽ പോണേ? അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, ഒരുപാട് കാര്യം ചെയ്യണം, വേണ്ടേ? സ്കൂളിൽ വന്നാലോ കുറേ കൂട്ടുകാരുണ്ട്. പഠിക്കാൻ വേണ്ടി മാത്രമാണോ വരണേ? കൂട്ടുകാരില്ലേ, കളിക്കട്ടെ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ വരും. പക്ഷെ ഒരു നിമിഷം കൊണ്ട് ഇവരെല്ലാവരും ലോകത്ത് നിന്ന് അപ്രത്യക്ഷരായി. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പോലും കണ്ണടച്ച് തുറക്കുന്നതിനുള്ളിൽ
ലോകത്തിൽ ഈ പറയുന്ന ഹിരോഷിമ എന്ന നഗരത്തിലെ ജനങ്ങൾ മുഴുവൻ മരിച്ചുപോയി. അതാ നഗരത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ളവര്, കുറച്ചുകൂടി അപ്പുറത്തുള്ളവര് ശരീരമാകമാനം കത്തിപ്പിടിച്ചു. നമ്മുടെ ശരീരത്തിൽ പൊള്ളിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്താ? തിളച്ച വെള്ളം വീണാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ശരീരം നിന്ന് കത്തുമ്പോ എത്ര വേദന നമ്മൾ അനുഭവിക്കണം വേണ്ടേ? ഒരു 4-5 കിലോമീറ്റർ അകലെയുള്ള ആളുകളുടെ ശരീരം നിന്ന് കത്തിപ്പിടിച്ചവര് അങ്ങനെ കത്തി വെണ്ണീറായി. കുറച്ചുകൂടി അകലെ ഒരു 8-10 കിലോമീറ്റർ അകലെയുള്ള ആളുകളുടെ ശരീരം വെന്തുരുകി പൊള്ളി. നമ്മള് വെന്ത് കഴിഞ്ഞാലേ, പൊള്ളി കഴിഞ്ഞാൽ എന്താ ചെയ്യാം? വെള്ളം ഒഴിക്കും അല്ലേ? അപ്പൊ അടുത്തും കൂടെ ഒരു പുഴ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് പൊള്ളലേറ്റാൽ ഞാൻ എന്ത് ചെയ്യും? പുഴയിലേക്ക് ചാടും. പുഴയിലെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? പുഴയിൽ ധാരാളം. ലക്കിടി പേരൂർ പഞ്ചായത്ത് അകലൂർ 6-ാം വാർഡിൽപ്പെട്ട നായാടിക്കുണ്ട് കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. 25ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ കനാൽ റോഡ്. മഴക്കാലമായതോടെ കനാൽ റോഡ് ചളിക്കുളമായി. യാത്ര ദുരിതം പേറുകയാണ് വിദ്യാർത്ഥികളടക്കമുള്ള നാട്ടുകാർ. മഴക്കാലമായതോടെ കനാൽ റോഡ് ചെളിക്കുളമായതോടെ വിദ്യാർത്ഥികളും വാഹനയാത്രികരും ദുരിതത്തിലാണ്. ഇരുചക്ര വാഹനയാത്രക്കാർ വീഴുന്നതും പതിവായി. കനാൽ സ്ഥാപിച്ച് 35 വർഷത്തിലേറെയായെങ്കിലും ഇന്നേവരെ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അധികാരികൾ ശ്രമിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഓട്ടോറിക്ഷ പോലും വരാൻ മടിക്കുകയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളാകട്ടെ വോട്ട് ചോദിക്കാൻ മാത്രമായിട്ടാണ് എത്താറുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വഴി വരാറില്ലെന്നും വീട്ടമ്മമാർ പറയുന്നു. വോട്ട് ചോദിക്കാൻ എത്തുന്നവരാകട്ടെ ജയിച്ചാൽ ഉടൻ റോഡ് ശരിയാക്കാമെന്ന് പറയും. അത് കേട്ട് തങ്ങൾ ക്ഷമിക്കും. പിന്നെ 5 വർഷം കഴിഞ്ഞാലാണ് അവർ വീണ്ടും വരിക. മാറി മാറി പഞ്ചായത്ത് ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ റോഡ് നന്നാക്കി തരാൻ ഇന്നേവരെ കൂട്ടാക്കിയിട്ടില്ലെന്നാണ് പരാതി. താൽക്കാലികമായെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അകലൂർ 2 വില്ലേജ്, അകലൂർ ക്ഷേത്രം എന്നീ മേഖലകളിലേക്ക് എത്തിപ്പെടേണ്ട പ്രധാന വഴി കൂടിയാണിത്. വിദ്യാർത്ഥികളാണ് ചെളിയിലൂടെ നടന്ന് ദുരിതം പേറുന്നത്. റോഡ് സഞ്ചാരയോഗ്യമായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്നെ ബഹിഷ്കരിക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയ പാർട്ടിക്കാരും വന്നാൽ പറയും ഞങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് റോഡ് നേരാക്കി തരാമെന്ന്. പക്ഷേ ഇന്ന് വരെ ഒരു പാർട്ടിയും വന്നിട്ടില്ല റോഡിനെ പറ്റി സംസാരിക്കാൻ. പിന്നെ അതേപോലെ ലൈറ്റ്, ഇവിടെ ലൈറ്റ് കത്തി ചിലപ്പോൾ കത്തില്ല. ഇപ്പോൾ കത്തിയിട്ട് 3 മാസമായി. ചിലപ്പോൾ രാത്രിയും കത്തും പകലും കത്തും. ചിലപ്പോൾ ഇപ്പം രാത്രിയും പകലും കത്തുന്നില്ല. അങ്ങനെ പിന്നെ ഇവിടെ എപ്പോഴും വാഹനാപകടങ്ങൾ ഒരുപാടുണ്ടല്ലോ. ബൈക്കുകൾ വീഴുന്നുണ്ട്, ട്രിപ്പർ ലോറികൾ വീഴുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇവിടെ തേങ്ങ കൊണ്ടുവന്ന് അങ്ങനെ തേങ്ങ അവർ മുറ്റത്താണ് പോയി വീണത്. തേങ്ങ അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. പിന്നെ രാത്രി സമയങ്ങളിലാണ് ഇവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ രാത്രി സമയങ്ങളിലാണ് പണിമാറ്റി വരുന്നത്. അവർ കടയിൽ അവിടെ ഇവിടെയൊക്കെ പണിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ വണ്ടി കൊണ്ട് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പന്നിയുടെ ശല്യമുണ്ട്, മയിലിന്റെ ഒരുപാട് ശല്യങ്ങൾ ഞങ്ങൾക്ക്. റോഡ് പണി റെഡിയാക്കി തരണം. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാണ്ടുള്ള ഇതാണ്. ചളി കെട്ടിയിട്ടും വെള്ളം കെട്ടിയിട്ടും വഴുക്കി വീണിട്ടും പൊന്ത കെട്ടിയിട്ടും കുട്ടികൾക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും ഞങ്ങൾ കഴിയുന്നതും വെട്ടിയിട്ടും വൃത്തിയാക്കിയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും എല്ലാവരും വന്നിട്ട് ഞങ്ങൾക്ക് വാഗ്ദാനം തരും നേരാക്കി തരാം. പക്ഷെ ഇന്നത്തെ വരെ ഒരു പാർട്ടിക്കാരെ നമ്മൾ ഒരു പാർട്ടിക്കാരെ ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവരും വേണം. പക്ഷെ ഒന്നുണ്ട്, ആരും ഞങ്ങളുടെ ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. നമുക്ക് കുറച്ച് വീട്ടുകാരുണ്ട് ഞങ്ങൾ ഇവിടെ. പിന്നെ മലമ്പുഴയിലെ കരാർ തൊഴിലാളികൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലത്തെ വേസ്റ്റ് മുഴുവനും വാരിയിട്ട് ഈ വഴിയിലേക്ക് ഇടുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വഴി നടക്കുകയും വേണ്ട. അത്രയും ദയനീയാവസ്ഥയിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലക്കിടിപ്പേരൂർ പഞ്ചായത്ത്, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകുമെന്നും നാട്ടുകാരായ കെ അബ്ദുൾ റഹ്മാൻ, പൊന്നു എന്നിവർ അറിയിച്ചു. ഞങ്ങൾ റോഡ് കനാല് റോഡ് ടു വില്ലേജ് ടു അവലൂക്കാവ് റോഡ് സാറേ, ഞങ്ങൾക്കിത് നേരാക്കി കിട്ടണില്ല. കുറേ കാലഘട്ടങ്ങളായി 10-30 കൊല്ലമായി ഈ കനാലിലൂടെ വന്നിട്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഏത് മെമ്പർമാർ വന്നിട്ടും ഞങ്ങൾക്ക് നേരാക്കി തരില്ല, പഞ്ചായത്തിനും നേരാക്കി തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നല്ല കുടുക്കത്തിലാണ് സാറേ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഗവനിക്കണം. അതല്ലെങ്കിൽ ഇനി ഞങ്ങൾ വില്ലേജിൻ്റെ മെമ്പർമാർ. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി അപകടങ്ങൾ തടയാൻ കേരള ഇലക്ട്രിക് അസോസിയേഷൻ പാലക്കാട്ട് എനർജി കോൺക്ലേവ് സംഘടിപ്പിക്കും. ഗാർഹിക ഉപഭോക്താക്കൾ, വ്യവസായശാല ഉടമകൾ എന്നിവർക്കായാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇലക്ട്രിക് ഉൽപാദകർ, വിദഗ്ധർ, ഉപഭോക്താക്കൾ എന്നിവർ എനർജി കോൺക്ലേവിൽ പങ്കെടുക്കും. ഉപകരണങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയും നിയമപരമായും മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥാപിക്കുന്നതുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപനത്തെക്കുറിച്ചും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇലക്ട്രിക് വയറിംഗ് മേഖലകളെക്കുറിച്ചുള്ള സംശയ നിവാരണമാണ് സെമിനാറിൽ ഉദ്ദേശിക്കുന്നത്.
വിവിധതരം ഉപകരണങ്ങൾ പരിചയപ്പെടാനും അവസരമുണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സബ്മിറ്റ് ചെയ്യപ്പെടുകയുമാണെന്നുള്ളത് ഈ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം എക്സ്ക്ലൂസീവായിട്ട് വിദഗ്ധർ നയിക്കുന്ന സംശയ നിവാരണവും ഇപ്പം തന്നെ വലിയ സോളാർ വൈദ്യുതി ലാഭമാണോ നഷ്ടമാണോ എന്ന രീതിയിലൊക്കെ ജനങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ട്. പത്ര സുഹൃത്തുക്കൾ പോലും ഒരു 2 തട്ടിലാണ് സോളാറിൻ്റെ വൈദ്യുതി ഉൽപാദനം കൊണ്ട് പൊതുജനങ്ങളെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ. ഇത്തരം കാര്യഗൗരവമായ ചർച്ചകൾക്ക് അത് വേദിയാവും. നിങ്ങൾക്കും ഈ വിദഗ്ധരുമായിട്ട് സംവദിക്കാനുള്ള അവസരമുണ്ട്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വിദഗ്ധരാണ് ഈ കോൺക്ലേവിൽ ഭാഗമാകുക. സംസ്ഥാന പ്രസിഡന്റ് രാജൻ എം മേനോൻ, ജില്ലാ പ്രസിഡന്റ് VP പ്രസാദ്, CV ബിനു, KS സ്വാമിനാഥൻ, PS സിംസൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലം ആറങ്ങോട്ടുകര വയലി നാട്ടറിവ് സംഘത്തിൻ്റെയും കലാമണ്ഡലത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ മഴ മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിലായി ആറങ്ങോട്ടുകരയിലും കലാമണ്ഡലത്തിലുമായി നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ഇത് തുടർച്ചയായ 9ാമത്തെ വർഷമാണ് മഴ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി വയലി നാട്ടറിവ് സംഘം നിളയുടെ തീരത്ത് മഴ ഉത്സവങ്ങൾ നടത്തിവരുന്നു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ആറങ്ങോട്ടുകര വയലിയിൽ ഗോപാലൻ ജ്യോതി ദമ്പതികൾ നയിക്കുന്ന പുള്ളുവൻ പാട്ടോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് പെരിങ്ങോട് AKG മണികണ്ഠൻ അവതരിപ്പിക്കുന്ന ഇടക്കയിൽ ഇത്തിരി നേരം പരിപാടി, അടാട്ട് കതിരവല നയിക്കുന്ന മരംകൊട്ട്, ലക്ഷ്മി ഗിരീഷ്, ജന്ന ഫ്രാൻസിസ് മഴ നൃത്തശില്പം, തുടർന്ന് നാടൻ പാട്ടുകൾ എന്നിവ അരങ്ങിലെത്തും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കലാമണ്ഡലത്തിൽ ആരംഭിക്കുന്ന 2ാം ദിവസത്തെ മഹോത്സവം കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. നമ്മൾ വയലിൽ നടത്തുന്ന മഴോത്സവം ഇത്തവണ നമ്മൾ 9ാം വർഷമാണ് നമ്മൾ മഴോത്സവം നടത്തുന്നത്. അത് ഇത്തവണ 2 ദിവസങ്ങളിലായിട്ടാണ്. നമ്മൾ സാധാരണ വ്യത്യസ്തമായിട്ട് സാധാരണ ഒരു ദിവസത്തിലാണ് നമ്മൾ നടത്താറുള്ളത്. ഇത്തവണ നമ്മൾ വ്യത്യസ്തമായി 2 ദിവസത്തിലാണ്. ഓഗസ്റ്റ് 9ഉം 10ഉമാണ് മഴോത്സവം നടത്തുന്നത്. 9ാം തീയതി ആറങ്ങോട്ടുകര തന്നെ വയലി ഒരുക്കിയ ഒരു വേദിയിലാണ് നമ്മൾ നടത്തുന്നത്. അത് 4 മണിക്കാണ് തുടങ്ങുന്നത്. 9ാം തീയതി വൈകുന്നേരം 4 മണിക്ക് തുടങ്ങി അവിടെ പുള്ളുവൻ പാട്ട്, അതുപോലെ തന്നെ ഇടക്കയിൽ ഇത്തിരി നേരം ഇടക്ക സന്ധ്യ, അതിനുശേഷം മരം കൊട്ട്, പിന്നെ ഡാൻസുകൾ, ഇത്തരത്തിലുള്ള പരിപാടികളായിട്ടാണ് 9ാം തീയതി വയലരങ്ങിൽ വെച്ചിട്ട് മഴോത്സവം നടക്കുന്നത്. അതിനുശേഷം 10ാം തീയതി കൂത്തമ്പലത്തിൽ വെച്ച് കേരള കലാമണ്ഡലത്തിൽ കൂത്തമ്പലത്തിൽ വെച്ചിട്ടാണ് പ്രധാന പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തേക്കുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ വയലിയും അതുപോലെ തന്നെ കലാമണ്ഡലവും ചേർന്നിട്ടുള്ള പാട്ടും പറച്ചിലും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ആദ്യമായിട്ട് നമ്മൾ 10 മണിക്ക് തുടങ്ങുന്നത്. അത് 12 മണി വരെ പാട്ടും പറച്ചിലും പറയുന്ന ആർക്കും പങ്കെടുക്കാവുന്ന മഴയുടെ ആശയങ്ങൾ അനുഭവങ്ങൾ പറയാവുന്ന ഒരു പരിപാടിയാണ്. മഴ ഉത്സവത്തിന്റെ ഭാഗമായി കലാമണ്ഡലം ചിട്ടപ്പെടുത്തിയ പ്രത്യേക കഥകളിയും വയലി മുള സംഗീതവും സംഗീത നിശയും നാടൻ കലാരൂപങ്ങളും അവതരിപ്പിക്കുമെന്ന് സുജിൽ കുമാർ വയലി, ഭാഗ്യനാഥ് വയലി, മനോ വയലി, സുദീപ് വയലി, ഉണ്ണികൃഷ്ണൻ വയലി എന്നിവരും കലാമണ്ഡലം വിദ്യാർത്ഥികളായ അമർനാഥ് MS, ഗോകുൽ VS എന്നിവരും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം NSS കോളേജിൽ പുതിയ ക്ലാസ് മുറികളുടെ നിർമ്മാണം ഉൾപ്പെടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ R രാജേഷ് മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന യോഗത്തിൽ VK ശ്രീകണ്ഠൻ MP, K പ്രേംകുമാർ MLA എന്നിവർ പങ്കെടുക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ പ്രകാരം അനുവദിക്കപ്പെട്ട 2 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണവും നവീകരണവും പൂർത്തിയാക്കിയത്. 80 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം. വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഒറ്റപ്പാലം NSS കോളേജിൽ റോസ 2 അത് പ്രകാരമുള്ള ഫണ്ട് അനുവദിച്ചു. അനുവദിച്ചതിൻ്റെ പ്രകാരത്തിൽ 1 കോടി രൂപയുടെ നവീകരണവും 80 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടവും പണിയുകയുണ്ടായി. കൂടാതെ നമ്മളൊരു 20 ലക്ഷം രൂപയുടെ സാധന സാമഗ്രികൾ പർച്ചേസ് ചെയ്യാനുള്ളൊരു ഫണ്ട് കൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറയുന്ന 1 കോടി 80 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന 8ാം തീയതി 3 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ നിർവഹിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഇന്ന് വാർത്താ സമ്മേളനം നമ്മൾ വിളിച്ചിരിക്കുന്നത്. 1 കോടി രൂപ നവീകരണത്തിനായി ചിലവഴിച്ചു. 20 ലക്ഷം വിനിയോഗിച്ച ലാബുകളിലേക്ക് സാധന സാമഗ്രികളും
ക്ലാസ് മുറികളിലേക്ക് ഫർണിച്ചറുകളും വാങ്ങുമെന്നും പ്രിൻസിപ്പാൾ ആർ രാജേഷ് അറിയിച്ചു. അധ്യാപകരായ കെ പി പ്രിയേഷ്, ജി സുനിൽകുമാർ, സിന്ധുജി നായർ, സി വിജയഗോവിന്ദൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് PT അഞ്ചാമനെ മയക്കുവെടി വെച്ച് പിടികൂടി. ആനയെ പിടികൂടിയത് വെറ്റിനറി സർജൻ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘം. PT അഞ്ചാമന്റെ നിരീക്ഷണം തുടരുന്നു. അപകടങ്ങൾ തടയാൻ വൻ സന്നാഹങ്ങളുമായി വനം വകുപ്പ്. കഴിഞ്ഞ ദിവസം കാട്ടാനിറങ്ങിയ ജനവാസ മേഖലയിൽ തൃശൂർ DFOയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘത്തിന്റെ സന്ദർശനം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. പ്രദേശത്ത് ഫെൻസിംഗ് ഏർപ്പെടുത്താനും വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ഉടൻ നടപടിയെന്ന് അധികൃതർ. ഗുരുവായൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കുന്നംകുളം കരിക്കാട് സ്വദേശി ദിലീപ്. സംഭവം ഇന്ന് രാവിലെ 8:30-ഓടെ. വാടാനംകുറിശി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ബൈക്ക് മോഷണം പതിവാകുന്നു. ഒരു മാസത്തിനിടെ മാത്രം 3 ബൈക്കുകൾ മോഷണം പോയി. വിഷയത്തിൽ ഇടപെട്ട് വാർഡ് മെമ്പറും ഷൊർണൂർ പോലീസും. ജാഗ്രത വേണമെന്നും CCTV ക്യാമറ പരിശോധിച്ച് അന്വേഷണം നടത്തുമെന്നും ഷൊർണൂർ പോലീസ് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.